അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ ഒരാൾ ചോദ്യം ചെയ്യുന്നത്, വിചാരണ ചെയ്യുന്നത്, നിർത്തിപ്പൊരിക്കുക, തൊലി ഉരിയ എന്നൊക്കെ പറയാറില്ലേ? അങ്ങനെ ക്വസ്റ്റ്യൻ നടത്തുന്നത് നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ റിപ്പോർട്ടൊക്കെ വായിക്കുന്ന സമയത്ത് സെക്രട്ടറിയെ ഓഡിയൻസ് നിർത്തിപ്പൊരിക്കും, ഓരോ കണക്കും ചോദിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിലും പലപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പിന്തുണക്കാനും ഒക്കെ ആ സ്ഥലത്ത് ആരെങ്കിലും ഉണ്ടായേക്കാം ആ യോഗത്തിൽ. എന്നാൽ നമ്മെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാൻ ആരും ഇല്ലാത്തൊരു സമയം, പരലോകം, അവിടെ വെച്ച് നമ്മളെ ക്വസ്റ്റ്യൻ നടത്തുക, വിചാരണ ചെയ്യുക, ഒന്നൊന്നര ചോദ്യം ഇരിക്കത്, ഒരു അലിവുമില്ലാതെ, ഒരു സ്നേഹവുമില്ലാതെ ഓരോന്നിനും കണക്ക് ചോദിക്കുക. ലാ യുവാദിറു സഗീറത്തൻ വല കബീറത്തൻ ഇല്ലാ അഹ്സാഹ. ചെറുതും വലുതുമായ മുഴുവൻ പ്രവർത്തനങ്ങളും ദുനിയാവിൽ നിന്ന് ചെയ്ത് അതിൻ്റെയൊക്കെ കണക്ക് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ വിഷയമല്ല. അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്ന ഇലൈന ഇയാബുഹും സുമ്മ ഇന്ന അലൈന ഹിസാബുഹും. വിചാരണ, കണക്ക്, അത് കൃത്യമായി കാണിക്കുക തന്നെ വേണം. നല്ല ക്ലാരിറ്റി വേണം. ഒരു നയാ പൈസൻ്റെ വ്യത്യാസം പോലും അനുവദിക്കുകയില്ല. അങ്ങനെ പരലോകത്ത് കോടാനുകോടി ആളുകളുടെ മുമ്പിൽ വെച്ച് വിചാരണ ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അല്ലാഹുമ്മ യസ്സിർ ഹിസാബി എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ആ ആയത്ത് ഓതുമ്പോൾ. എന്നാൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നാമമാത്ര വിചാരണ, ചോദിക്കലും അത് അവസാനിക്കലും, തൊടുക്കോ ഒടുക്കൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. നമ്മളങ്ങനെ പറയാറില്ലേ, അവനങ്ങോട്ട് പോയതുള്ളൂ അപ്പോഴേക്കും അവൻ്റെ കഴിഞ്ഞു. ഈ രീതിയിൽ വിചാരണ പെട്ടെന്ന് അവസാനിക്കുന്ന 3 വിഭാഗം ആളുകൾ, അതിൽ നമ്മൾ പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ? ആ 3 വിഭാഗം ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുന്നുണ്ട്. സലാസുൻ മൻ കുന്ന ഫീഹി ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറ. 3 കാര്യം, ആ 3 കാര്യം നമ്മളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ പെട്ടെന്ന് വിചാരണ കഴിയും. വളരെ സിമ്പിളായിരിക്കും. പിന്നെ അങ്ങനെ നിർത്തിപ്പൊരിക്കുക, തൊലിയുരിക്കുക ഒന്നുമില്ല. ആ കാര്യം ഏതാണ്? അതോടൊപ്പം ദഖലൽ ജന്ന ബി റഹ്മത്തി. അല്ലാഹു അവനെ സ്വർഗത്തിൽ കടത്തും ചെയ്യും. വിചാരണ പെട്ടെന്ന് കഴിഞ്ഞ് വേഗം സ്വർഗത്തിലേക്ക്. ഖാലു, സാബിൽ ചോദിക്കുന്നുണ്ട്, വമാഹി യാ റസൂലല്ലാഹ്, 3 കാര്യം ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇത് ഖാലാപ്പൻ്റെ വിധങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. തൂത്തിമൻ ഹറമക്ക, ഇതാണ് വിഷയം. നിനക്ക് തടഞ്ഞു വെച്ച ആൾക്ക് നീ നൽകണം, കൊടുക്കണം. നീ പലപ്പോഴും അവനോട് കാശ് ചോദിച്ചു, പലതും ചോദിച്ചു, അപ്പോൾ ഒക്കെ അവൻ തടഞ്ഞു, തന്നില്ല, നിന്നെ മടക്കി, നിരാശനാക്കി. വലിയ പ്രതീക്ഷയിൽ നീ ചോദിച്ചതായിരുന്നു, അത്യാവശ്യം ഉണ്ടായപ്പോൾ നീ ചോദിച്ച്. നിന്റെ ബുദ്ധിമുട്ട് അവനറിയാം, പക്ഷേ അവന് നിന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റും വേണമെന്ന് വിചാരിച്ചാൽ. പക്ഷെ അന്നപ്പോൾ അവനെ സഹായിച്ചില്ല, നിന്നെ നിരാശനാക്കി. പിന്നെ കാലം കഴിഞ്ഞു, നീ വലിയ ആളായി, നിനക്ക് സാമ്പത്തിക രംഗത്തും മറ്റും വലിയ ഡെവലപ്പ് ഉണ്ടായി. അവനാണെങ്കിലോ ഡൗൺ ആവുകയും ചെയ്തു. അപ്പോഴാണ് അവൻ നിന്നെ സമീപിക്കുന്നത്, നിന്റെ അടുത്ത് വരുന്നത്. നിനക്ക് പകരം വീട്ടാനും അവനെ ചോദ്യം ചെയ്യാനും അവനെ നിരാശപ്പെടുത്താനും പരിഹസിക്കാനും ഒക്കെ പറ്റിയൊരവസരമാണ്. പക്ഷേ നീ അത് ചെയ്തില്ല. അവന് ചോദിച്ചത് അവന് കൊടുത്തു. പണ്ടത്തൊന്നും എടുത്തു പറയുകയോ അത് ഓർമ്മിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ നിന്റെ അടുത്ത് നിന്നെ സഹായം തേടി വന്നപ്പോൾ അവൻ കൊടുക്കണമെങ്കിൽ ആ മനസ്സ് വല്ലാത്തൊരു മനസ്സായിരിക്കണം. നല്ല ക്ലിയറായ മനസ്സാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് വിചാരണയ്ക്ക് വിധേയനാകും. രണ്ടാമത്തെ ക്വാളിറ്റി എന്താണെന്നറിയോ? വതസ്ലുമൻ ഖതാഖ. നിന്നോടുള്ള ബന്ധം വിച്ഛേദിച്ചവനോട് നീ ബന്ധം പുലർത്തുക. നിന്റെ മകളുടെ മംഗലം ഉണ്ടായപ്പോൾ
നിന്റെ വീട് കൂടുതലുണ്ടായപ്പോൾ ഒക്കെ നീ അവനെ ക്ഷണിച്ചതാ, പക്ഷെ ഒന്നിനും വന്നില്ല. അവന് മസിൽ പിടിച്ചു നിന്ന് നിന്റെ വീട്ടിലേക്ക് വന്നില്ല, ബന്ധം വിച്ഛേദിച്ചു. പിന്നെ കുറേ കാലം കഴിഞ്ഞു. അപ്പോൾ അവൻ്റെ കുട്ടികളൊക്കെ വലുതായി, അവൻ്റെ വീട്ടിൽ മംഗലം വന്നു, അവനക്കൊരാവശ്യം വന്നു. അവന് ഹജ്ജിന് പോകുന്ന ആവശ്യമോ അല്ലെ ഉംറക്ക് പോകുന്ന ആവശ്യമോ മംഗലോ പൊരക്കൂടലോ വിഷയം വന്നപ്പോൾ അവനുണ്ട് നിന്റെ വീട്ടിൽ വന്നിട്ട്. അപ്പോൾ നിനക്ക് തിരിച്ചു പറയാം അവനോട്, എൻ്റെ വീട്ടിൽ പല ആവശ്യങ്ങളുണ്ടായപ്പോൾ ഒക്കെ ഞാൻ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീ നെവർ മൈൻഡ് ആക്കി എന്ന് പറയാൻ അവസരമൊക്കെ ഉണ്ട്. പക്ഷേ ആ അവസരം ഉപയോഗപ്പെടുത്താതെ നീ വളരെ സന്തോഷത്തോടെ അവൻ്റെ വീട്ടിൽ കയറി ചെന്നു, സലാം പറഞ്ഞു, അവൻ്റെ സദ്യയിലും പരിപാടിയിലൊക്കെ സജീവമായി പങ്കെടുത്തു. അങ്ങനെ ഇങ്ങോട്ട് ബന്ധം മുറിച്ച ആളോട് അങ്ങോട്ട് ബന്ധം പുലർത്താനുള്ള ഒരു വിശാല മനസ്സ്, ബിഗ് തിങ്കിങ് മൈൻഡ് സെറ്റ്, വിശാല മനസ്സ് ഉള്ള ഒരാൾ, അയാൾക്ക് പെട്ടെന്ന് വിചാരണ കഴിയും. അതേപോലെ തൗഫു അമ്മ വലമക്ക, മൂന്നാമത്തേത്, നിന്നെ ദ്രോഹിച്ചു, നിന്നെ ആക്രമിച്ചു, ആ ആക്രമിച്ച ആൾക്ക് മാപ്പ് കൊടുക്കുക. ഇദ്ഹബൂ വഅൻതും തുലഖാ എന്ന് പറയുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി തങ്ങളെ മക്കബത്തിന് തന്നെ ദ്രോഹിച്ച് ആക്രമിച്ച ആളുകളുണ്ട്. കാലിൽ നിന്ന് രക്തം വരുന്നവരെ കല്ലെറിഞ്ഞവർ, അതേപോലെ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിൽ ചാർത്തിയവർ, അവരോടൊന്നും പകരം ചോദിക്കാൻ നിന്നില്ല. ഇദ്ഹബൂ, നിങ്ങൾക്കൊക്കെ പോവാം, നിങ്ങൾ മോചിതരാണ് എന്ന് പറയണമെങ്കിൽ ആ മനസ്സ് എത്ര വിശാലമായിരിക്കും. അപ്പോൾ ഈ 3 ഗുണം, ഈ ക്വാളിറ്റി നമുക്കുണ്ടോ എന്ന് നമ്മൾ ഒരു സെൽഫ് അവെയർനെസ്, നമ്മൾ സ്വയം നമ്മെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക. ആ ഗുണം ഇല്ല എങ്കിൽ ആ ഒരു തരത്തിലേക്ക് നമ്മുടെ മനസ്സ് നമ്മൾ പാകപ്പെടുത്തിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ